കാട്ടാക്കടക്കാരുടെ പ്രിയപ്പെട്ട ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായ രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസ് 13ാം വാർഷികത്തിന്റെ തിളക്കത്തിൽ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരി വർഷാരവം. എല്ലാ വിവാഹ പർച്ചേസുകൾക്കും 20% ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. കൂടാതെ 50,000 രൂപയ്ക്ക് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് 32 ഇഞ്ച് LED ടിവിയോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ തികച്ചും സൗജന്യമായി സ്വന്തമാക്കാം. കാഞ്ചീപുരം സാരികൾ, ലെഹങ്കകൾ, ദാവണി, അറബിക് ലാച്ച തുടങ്ങി വെഡിംഗ് കളക്ഷനുകളുടെ അതിശയിപ്പിക്കുന്ന ശേഖരം. കൂടാതെ മെയ് 16 ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് സ്വർണ്ണമോതിരം സമ്മാനമായി ലഭിക്കുന്നു. സ്പെഷ്യൽ ഗസ്റ്റുകളായ പാൻ ഇന്ത്യ ബ്രാഞ്ചാണ് ഉദ്ഘാടനത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ്. മെയ് 16 മുതൽ 31 വരെ 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ബമ്പർ സമ്മാനമായി 1 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് നേടാൻ അവസരം. ഈ ആഘോഷവേളയിൽ പങ്കുചേരാൻ ഏവരെയും കാട്ടാക്കട രാജകുമാരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ നെയ്യാർ ഡാമിൽ ജലസേചന വകുപ്പും കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തും ചേർന്ന് മെയ് 15 മുതൽ 31 വരെ നെയ്യാർ സമ്മർ ഫെസ്റ്റ് 2026 സംഘടിപ്പിക്കുന്നു. പെറ്റ് ഷോ, അമ്യൂസ്മെൻറ്റ് പാർക്ക്, വ്യാപാരമേള, മാമ്പഴമേള, ഗോസ്റ്റ് ഹൗസ്, വിവിധ കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനം, ദഫ്മുട്ട്, മാപ്പിളപ്പാട്ട് മത്സരങ്ങൾ, ബിഗ് സ്ക്രീനിൽ IPL ക്രിക്കറ്റ് പ്രദർശനം തുടങ്ങിയവ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ വൈകുന്നേരം 5-ന് നിയുക്ത MLA CK ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B വിനോദ് കുമാർ അധ്യക്ഷനാകും. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുക്കും. നെയ്യാർ ഇറിഗേഷൻ പ്രോജക്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R സുരേഷ് സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ സിദ്ദിഖ് കൃതജ്ഞതയും രേഖപ്പെടുത്തും. പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B വിനോദ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിദ്ദിഖ് സ്വാഗതം ആശംസിച്ചു. നിയുക്ത MLA CK ഹരീന്ദ്രൻ ചെയർമാനും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R സുരേഷ് ജനറൽ കൺവീനറുമായി സംഘാടക സമിതിയും രൂപീകരിച്ചു. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ് മുൻകൈയെടുത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ വർഷം മുതൽ 2025 മുതൽ ക്രിസ്മസ് ആഘോഷവും നെയ്യാർ ഡാമിൽ സംഘടിപ്പിക്കപ്പെട്ടു. ഇറിഗേഷൻ വകുപ്പും ഗ്രാമപഞ്ചായത്തും സംസ്ഥാന സർക്കാരും എല്ലാം വിവിധ വകുപ്പുകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ആ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിച്ചത്. ഇന്നിപ്പോൾ വരുന്ന ദിവസങ്ങൾ ബക്രീദിൻ്റെ പെരുന്നാളിൻ്റെ ദിനങ്ങൾ കൂടിയാണ്. അതുമാത്രമല്ല, അവധിക്കാലം നമ്മുടെ ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും ഈ അവധിക്കാലം ആസ്വദിക്കുന്നതിന് സ്വാഭാവികമായി അവധിക്കാലത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളാണ് ഈ 15 മുതൽ 31 വരെയുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ നെയ്യാർ ഡാം സന്ദർശിക്കുന്ന നമ്മുടെ ജില്ലയിലും മറ്റ് ജില്ലകളിലുമുള്ള ഒരുപക്ഷെ തമിഴ്നാട്ടിൻ്റെ കന്യാകുമാരി ജില്ലയിൽ നിന്നടക്കം വരുന്ന കുട്ടികൾക്ക്, വിനോദസഞ്ചാരികൾക്ക് നെയ്യാർ ഡാമിൽ നയനമനോഹരമായ ചില കാഴ്ചകൾ ഒരുക്കുന്നതിനാണ് ഇക്കുറി ബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മുൻകൈയെടുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ഇറിഗേഷൻ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി 15 ദിവസം സമ്മർ ഫെസ്റ്റ് 2026 എന്ന പേരിൽ ഒരു ആഘോഷ പരിപാടി 15-ാം തീയതി വൈകുന്നേരം ആരംഭിച്ച് 31-ാം തീയതി സമാപിക്കുന്ന രൂപത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ബഹുമാന്യനായ പാറശാല നിയുക്ത MLA ശ്രീ CK ഹരീന്ദ്രൻ 15-ാം തീയതി വൈകുന്നേരം ഈ ആഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും അതുപോലെ ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികളുമെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കും. അമ്യൂസ്മെൻറ്റ് പാർക്ക്, പെറ്റ് ഷോ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള നയനമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നെയ്യാർ ഡാമിൽ എത്തിച്ചേരുന്നവർക്ക് ആസ്വദിക്കാൻ ആവശ്യമായ ദിവസങ്ങളാണ് ക്രമീകരിക്കുന്നത്. അതുപോലെ 26, 27, 28 തീയതികളിൽ 3 ദിവസങ്ങളിലായി കലാപരിപാടികളും സാംസ്കാരിക സമ്മേളനവും ഉൾപ്പെടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. 27-ന് ദഫ്മുട്ട് മത്സരവും അതുപോലെ മാപ്പിളപ്പാട്ട് മത്സരവും സംഘടിപ്പിക്കുന്നു. വിവിധ മതമേലധ്യക്ഷന്മാർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനവും 27-ന് ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് ആസ്വാദകർക്ക് വേണ്ടി IPLൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ 29-ാം തീയതിയും ഫൈനൽ മത്സരങ്ങൾ 31-ാം തീയതിയും ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും ഇതിൻ്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. നെയ്യാർ ഡാം എപ്പോഴും വിനോദസഞ്ചാരികൾക്ക് വളരെയധികം ആഗ്രഹത്തോടെ വന്ന് സന്ദർശിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പം നെയ്യാർ ഡാമിൽ സാധാരണ ഉള്ളത് ഓണം വാരാഘോഷമാണ്. 7 ദിവസം നീളുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഓണം വാരാഘോഷം കഴിഞ്ഞ വർഷം നടത്തിയതിന് ശേഷം വളരെയധികം അഭിപ്രായങ്ങൾ വന്നതിന് പുറകെ ക്രിസ്മസ് ന്യൂ ഇയർ കൂടെ സംഘടിപ്പിച്ചു.
അതും വളരെ വിജയകരമായി നമ്മൾ സംഘടിപ്പിച്ചതിന് ശേഷം ഈ മധ്യവേനൽ അവധിക്കാലത്ത് സാധാരണയായി നെയ്യാർ ഡാമിൽ വന്നെത്തുന്നത് നിരവധി കുട്ടികളാണ്. ഇവർക്ക് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ചിൽഡ്രൻസ് പാർക്കിൻ്റെ നവീകരണത്തിൻ്റെ പാതയാണ്. പഴയ ചിൽഡ്രൻസ് പാർക്കിലുള്ള ഉപകരണങ്ങളെല്ലാം മാറ്റി പുതുക്കുന്ന ഒരു നടപടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരുപാട് പേർ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉപയോഗത്തിന് വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികളെ കൂടുതൽ അട്രാക്ട് ചെയ്യാനും അവർക്ക് കളിക്കുന്നതിനും വേണ്ടി ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നുള്ള ആശയത്തിലേക്ക് വന്നു. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തോട് സഹകരിച്ചുകൊണ്ട് നിയുക്ത MLA ശ്രീ CK ഹരിൻ അവരുടെ ഒരു അധ്യക്ഷതയിൽ ഒരു യോഗം ചേരുകയും എല്ലാവരുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പ്രമുഖരുടെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും ചുറ്റുവട്ടത്തുള്ള നെയ്യാർ ഡാമിന് ചുറ്റുവട്ടത്തുള്ള എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെയും എല്ലാം സഹകരണത്തോടു കൂടി ഒരു ആലോചന യോഗം നടക്കുകയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിനോട് സഹകരിച്ചുകൊണ്ട് തന്നെ ഒരു 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവ ആഘോഷം നടത്തുന്നതിന് തീരുമാനമായത് അങ്ങനെയാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം മാമ്പഴ മേള, വ്യാപാര സ്റ്റോളുകൾ, ഗോസ്റ്റ് ഹൗസ്, പെറ്റ് ഷോ തുടങ്ങി വിവിധ ഇനങ്ങളായിട്ടുള്ള വിവിധ ഇനങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇത് മെയ് 15 ഉദ്ഘാടനമാണ്. ഇത് മെയ് 31 വരെയുള്ള സമയം, അതായത് സ്കൂൾ അവധിക്കാലം ഇനിയുള്ള ദിവസങ്ങൾ പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയം വൈദ്യുത ദീപാലങ്കാരങ്ങളുണ്ട്. ഡാമിൻ്റെ അകത്ത് ഒരുപാട് കാണുന്നതിനും ആഘോഷിക്കുന്നതിനും വേണ്ടിയുള്ള ഒരുക്കങ്ങളായിട്ടുണ്ട്. ഇത് സ്റ്റേജ് പ്രോഗ്രാംസ് ഉൾപ്പെടെയുള്ളതും മത്സര ഇനങ്ങൾ ഉൾപ്പെടെയുള്ളതുമായ വിവിധ കലാപരിപാടികളുണ്ട്. കോമഡി സ്കിറ്റ് ഷോ ഉണ്ട്, സിനിമാറ്റിക് ഡാൻസ്, മാപ്പിളപ്പാട്ട് മത്സരം, ദഫ്മുട്ട് തുടങ്ങിയുള്ള മത്സര ഇനങ്ങളും അല്ലാതെയുള്ള കലാപരിപാടികളും നാടൻ കലാവിരുന്നുകൾ ഉൾപ്പെടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മെയ് 31 അവസാന ദിവസം. ഇതോടൊപ്പം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, സ്പോർട്സ് പ്രേമികളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന IPL T20 ക്രിക്കറ്റ് മാച്ച് അതിൻ്റെ തത്സമയ സംപ്രേഷണം ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് ഡാമിൻ്റെ ഫ്രണ്ടിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് സെമി ഫൈനലും ഉൾപ്പെടെയുള്ള 2 കളികൾ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പുള്ള ക്വാളിഫയേഴ്സ് കൂടെ പ്രദർശിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ നെയ്യാർ ഡാമിന് ചുറ്റുവട്ടത്തുള്ളതും കാട്ടാക്കട, മൈലക്കര തുടങ്ങിയുള്ള ഭാഗങ്ങളിൽ നിന്നും അമ്പൂരി ഭാഗങ്ങൾ എല്ലാ സ്പോർട്സ് പ്രേമികളെയും നെയ്യാർ ഡാമിലേക്ക് ക്ഷണിക്കുകയാണ്.